ഞാൻ പറഞ്ഞല്ലോ, കോമ്പൻസേഷൻ പാക്കേജിനെ കുറിച്ച് നമ്മളിപ്പോൾ ആലോചിക്കുന്നില്ല. കാരണം അത് ഫുൾ ക്ലോഷറായി അതിനുള്ള റീഓപ്പൺ ചെയ്യാനോ ഇവിടെ റീറ്റെയിൻ ചെയ്യാനോ സാഹചര്യം ഇല്ലാതെ വന്നാൽ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കൂ. ഇതിൻ്റെ ഒരു കാര്യം, കഴിഞ്ഞ ജനുവരിയിലും ഈ കമ്പനിയിൽ നിന്ന് 144 വരെ ഇവിടെ പിരിച്ചുവിട്ടിരുന്നു. 58 പേരെ നമ്മുടെ കൊച്ചി സെൻറ്ററിൽ നിന്നും അതുപോലെ 86 പേരെ കോഴിക്കോട് സെൻറ്ററിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്രയും വലിയ ഒരു 830 വരെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരമാവധി ഈ കമ്പനി നിലനിർത്തി നമ്മുടെ ജീവനക്കാർക്ക് തൊഴിൽ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ താല്പര്യം. ട്രേഡ് യൂണിയൻസ് അടക്കം എല്ലാ ട്രേഡ് യൂണിയൻസും രാഷ്ട്രീയം മറന്ന ഇക്കാര്യത്തിൽ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത് നാടിന്റെ ഒരു ആവശ്യമെന്ന നിലയിൽ നിലനിൽക്കുന്നു എന്ന് യോഗത്തിൽ പറയുകയുണ്ടായി. തീർച്ചയായും ഈ ചർച്ചയ്ക്കൊടുവിൽ അവർ ഈ ചർച്ചയിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാതെ വന്നപ്പോൾ ഗവൺമെന്റ് നിയമ നടപടിക്ക് എന്തായാലും നമ്മുടെ രാജ്യത്തെ ലേബർ ലോ വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. ലേബർ ലോ ഓഫ് ദ ലാൻഡ് വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് ഞങ്ങൾ നിർബന്ധിതരാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അവർ അത് വേണ്ട, അവർ ഇതൊന്ന് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുടെ ഓഫീസേഴ്സുമായിട്ട് കൂടി മാനേജ്മെന്റുമായിട്ട് ഒന്നുകൂടി ഡിസ്കസ് ചെയ്ത് പ്രപ്പോസൽസുമായി 20-ാം തീയതി വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. 20-ാം തീയതി വരെയുള്ള സമയപരിധിക്കകത്ത് ഈ പിരിച്ചുവിടപ്പെട്ടവർക്ക് തിരിച്ചു കയറാനുള്ള സാഹചര്യം ഓഫീസിൽ പ്രവേശിക്കാൻ പറ്റുന്നത് അങ്ങനെ ഉറപ്പ് അവർ നൽകിയില്ല. ഞങ്ങളെല്ലാവരും ഈ പറയുന്ന ജനപ്രതിനിധികളും ഞാനും ട്രേഡ് യൂണിയൻ ലീഡേഴ്സും നമ്മുടെ ഹയർ ഓഫീഷ്യൽസും കളക്ടറും അടക്കമുള്ള ഓരോരുത്തരും അതിൽ ആവശ്യപ്പെട്ടത് ഈ ഇത്രയും ഫെർദർ കൺസിലിയേഷൻ നടക്കുന്ന സമയം വരെ ജീവനക്കാർക്ക് അവിടെ പ്രവേശിക്കാനുള്ള സാഹചര്യം ഒരുക്കണം. അവരുടെ കുറച്ച് ബിലോങ്ങിങ്സും അതിനകത്തായിട്ടുണ്ട്, അത് എടുക്കണമെന്ന് പറയുമ്പോൾ കൺസിലിയേഷൻ വരെ എന്ന് പറഞ്ഞാണ് അവർ പറയുന്നത്. തീർച്ചയായും അതൊരു പ്രധാന പ്രശ്നമായിട്ടുള്ളത് തന്നെ കേരള ഗവൺമെന്റ്. എനിക്ക് കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ജയെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിക്ക് ഞങ്ങൾ ഡൽഹിയിൽ പോയി കാണുകയാണ്. ഈ വിഷയം കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുവാനായി അദ്ദേഹം അപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ട്. നേരിട്ട് വരണമെന്ന് നിർബന്ധപൂർവ്വം ഇന്നത്തെ യോഗത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു. അല്ല, അവരുടെ അങ്ങനെ നമുക്ക് അവഹേളനമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ യാത്ര ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. മറ്റ് സ്വാഭാവികം കേരളത്തെ അതെ അറിയിച്ചില്ല. നോട്ടീസ് ഉണ്ട്, 60 days നോട്ടീസ് IR കോഡ് പ്രകാരം, പുതിയ ലേബർ കോഡ് പ്രകാരം കൂടി വേണ്ടുന്നതാണ്. നമ്മൾ അതിന്റെ സാധ്യതകൾ നോക്കും. ഈ പറഞ്ഞതുപോലെ കർശന നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും. അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയെ തിങ്കളാഴ്ച തന്നെ, അത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തു ഞാൻ പോയി കാണുന്നതാണ്.